അടിപൊളിയാണ്. അച്ഛാർ തിരിച്ചു വന്ന് കമ്പാക്ക് കൊടുത്തിട്ടുണ്ട്. തിയേറ്റർ വാച്ചാണ്. അതെ, തിയേറ്റർ വാച്ചാണ്. ഫുൾ എൻ്റർടൈൻമെൻറ്റ്. ഇതൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, ഗുഡ് ബാഡ് അഗ്ലി ഓവറോൾ പറയുകയാണെങ്കിൽ വിടാമുയർച്ച കണ്ടിട്ട് വന്നിട്ട് AK എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ടാണ്, നമ്മൾ അജിത് കുമാറിനെ വെച്ചിട്ട് കാണുന്നതാണെങ്കിൽ ഈ പടം എന്തുവാ നമ്മൾ ലോജിക്ക് വീട്ടിൽ വെച്ചിട്ട് വന്നിട്ടിരുന്ന് ഫണ്ണായിട്ടിരുന്ന് കാണാൻ വേണ്ടി ഒരു പടമാണെങ്കിൽ ഇത് ഫുൾ നമുക്ക് പൈസ വസൂലാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മളൊരു അജിത്തിൻ്റെ പഴയ കൈൻഡ് ഓഫ് ഒരു വൈബായിരുന്നിരുന്നാലും ആ ഫാക്ടേഴ്സൊക്കെ വെച്ച് കാണാനാണെങ്കിൽ പടം മാസമാണ്. എനിക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് GB പ്രകാശിൻ്റെ മ്യൂസിക് ആയിരുന്നിരുന്നാലും ഒരു ഫാൻ ബോയ് മൊമെൻ്റാണ്. അതിനകത്ത് കുറേ പഴയ പാട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര നൈസായിരുന്നു. അത് പഴയ ഈ ആലുമാട്ട് ഒതുന്നായിരുന്നാലും അതിനകത്ത് മറ്റേ പുലി ആ പാട്ടായിരുന്നാലും ആ പാട്ടൊക്കെ കിടിലായിരുന്നു. അതിൽ ഓരോ സീനും കിടിലായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 6 or 7 അജിത്തിൻ്റെ ലുക്സ് ഉണ്ട്. ആ ലുക്കുകളെല്ലാം മാസമായിരുന്നു, സീനായിരുന്നു. പടം അടിച്ച് തൂക്കി. അതെന്ന് പറയുമ്പോഴേക്കും ഓവറോൾ ഒരു ഫാൻ ബോയ്ക്ക് വന്നിരുന്ന് കാണേണ്ട, അതായത് ഒരു ഫാൻ ബോയ് എടുത്ത പടം ആൾക്കാർക്ക് രസിക്കാൻ വേണ്ടിയുള്ള പടം, കണ്ട് അടിപൊളിയാവാനുള്ള ഒരു രീതിക്കുള്ള ഒരു പക്ക മാസ് അടിപൊളി പടം. മലയാളികൾക്ക് കണക്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഞാൻ അത് പറയാം. ബേസിക്കലി ഞാനിപ്പോൾ പഠിക്കുന്നത് കന്യാകുമാരിയിലാണ്. അപ്പം എനിക്ക് തമിഴ് മീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് ആ മീമുകൾ കിട്ടില്ല. ചില മീമുകളുണ്ട്, ഇറിങ്കബായി അങ്ങനെ കുറേ അതിനകത്ത് കുറേ കണ്ടൻറ്റുകളുണ്ട്. അത് തമിഴ് മീം കാണുന്നവർക്കും അത് ചിലപ്പം കണക്റ്റ് ആവാം, ചിലർക്ക് കണക്റ്റ് ആവാതിരിക്കാം. പക്ഷേ തമിഴ് മീംസൊക്കെ ഒന്ന് കണ്ട് രസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ കൂടെ അത് രസിക്കുകയാണെങ്കിൽ പടം വേറെ ലെവലാണ്. ഇതൊരു പക്ക ഫാൻ ബോയ് മാസ് എൻ്റർടൈനർ. നല്ല ഓക്കെയാണ്, അടിപൊളി സൂപ്പർ, നല്ല സൂപ്പർ ഡയലോഗാണ്, അടിപൊളി മാസ് ഒക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. അടിപൊളി സിനിമ, അടിപൊളി മാസാണ്. അതായത് മാസ് എന്ന് പറയുമ്പോൾ നല്ല മാസ് ഡയലോഗാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ ഡയലോഗ്, ആ വെയിറ്റിംഗ് നമ്പ എന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗ് പറഞ്ഞായിരുന്നു. മാസാണ്, പക്കാണ്, നല്ല അടിപൊളിയാണ്, നല്ല ബിജുവൊക്കെ സൂപ്പറാണ്, അടിപൊളി, നല്ല മാസ് ലുക്കാണ്. ഡയലോഗ് പറയാൻ പറ്റില്ല, ഡയലോഗ് കേട്ടോ, എല്ലാം പഞ്ച് ഡയലോഗ്. സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ് സിനിമ. ഭയങ്കര ഭൂമല്ലേ പടം. ഇത് കണ്ട് ആർക്കും അവർ പറഞ്ഞ കണക്കിൽ, എല്ലാവരും പറഞ്ഞ കണക്കിൽ, സ്ത്രീകളും എല്ലാവരും പറഞ്ഞ കണക്കിൽ ആർക്കും ഇങ്ങനെ സീറ്റിലിരുന്നിട്ട് കാണാൻ പറ്റില്ല. എല്ലാവരും ഒഴിച്ചിരുന്നിട്ട് അങ്ങനെ കാണുന്ന സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. മറ്റേ ആരും ഇവിടെ പറഞ്ഞ് ആരും ഫാമിലിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിവ്യൂ ഞാൻ കണ്ടിരുന്നു. പക്ഷേ അവന് അറിയത്തില്ല, ഫാമിലിക്കും കാണാൻ എല്ലാ കൊച്ചുമക്കൾക്കും എല്ലാം കാണേണ്ട ഒരു ബൂം സിനിമയാണിത്. അത് കണ്ടപ്പോൾ നന്നായിട്ടുണ്ട്. ഞങ്ങളിപ്പം ഇങ്ങനെ ആരെയും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. നല്ല സിനിമ നന്നായിട്ട് പറയണം ആരായിരുന്നാലും, മനസ്സിലാകുന്നുണ്ടോ? ഇത് നല്ല സിനിമയാണ്, അതൊക്കെ കാണാം. എല്ലാ ഫാമിലി ഓഡിയൻസും എല്ലാവർക്കും വന്ന് കാണേണ്ട സിനിമയാണ്. ഓക്കെ, നന്നായിട്ട് എൻജോയ് ചെയ്യാം സിനിമ. തുടക്കം മുതൽ അവസാനം വരെ ആർക്കും ഒരു ബോറടിയില്ലാതെ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഓക്കെ, നന്നായിട്ടുണ്ട്. അതായത് ഇടയ്ക്ക് ഒരു വിസിൽ ഇങ്ങനെ, ജന്നൽ ഓരത്തിൽ ഓരട്ടൈ ജാമത്തിൽ നീല എന്നിട്ട് പറയണമ്മ, ഇത് ஞாபகம் இருக்கா அப்படின்னு, இது ஞாபகம் இருக்கா, இன்னும் என்ன நீ மறக்கலையா அப்படின்ற ஒரு வார்த்தை, இது பழகி உன்னை இன்னும் மறக்கலையா அப்படின்னு ഇടയ്ക്ക് ഇങ്ങനെ വരും, ഇങ്ങനെ മാസിൽ